ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് ബേഗ് സാരീസ് ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോസിനകത്ത് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലത്തെ കുറച്ച് ഫ്ലോറൽ സാരീസിന്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാരിക്ക് നല്ല ഡിമാൻഡ് ആയിരുന്നു. അതിന്റെ ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ആ സാരീസിന്റെ മെജോറിറ്റി കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളേഴ്സ് നമുക്ക് റീസ്റ്റോക്ക് ആയി വന്നിട്ടില്ല, പകരം നമുക്ക് പുതിയ കുറച്ച് കളക്ഷൻസ് കൂടെ വന്നിട്ടുണ്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെ. അപ്പൊ നമുക്ക് ആ സാരീസ് കാണാം. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ഈ ഒരു സാരി വരുമെന്ന് ചോദിച്ച് എൻക്വയറി ഉണ്ടായിരുന്നു. അതുപോലെ അത് വരുവാണെങ്കിൽ അവർക്ക് പ്രത്യേകം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു അപ്ഡേഷൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് സാരീസ് ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനുള്ള സാരിയാണ്. നമുക്ക് ലാസ്റ്റ് കാണിച്ച വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഇത് നമുക്ക് കുറെ കളേഴ്സ് ഉള്ള ഫ്ലോറൽ വർക്ക് വരുന്ന പോലത്തെ ഡിസൈൻ ആണ്. ഇത് ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ ഈ ഒരു ഡിസൈൻ, അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. മുന്താണി പോർഷനിൽ ഒരു വലിയ ഡിസൈൻ വരുന്ന പോലത്തെ പാറ്റേൺ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഡിസൈൻ ഫുൾ ഈ ബോർഡറിൽ കൂടെ ഇതേ സൈസിൽ തന്നെ വരുന്ന പോലത്തെ സാരി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. ഈ സാരിക്ക് നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നമ്മളെ ഈ ഒരു കളക്ഷനൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് നമുക്കിത് അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഇന്ന് നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തൊരു സാരി ആയത് കേട്ടോ. നല്ല ഭംഗിയിൽ ഫുൾ ബോഡിയിൽ ഈ ഒരു എംബ്രോയിഡറി ഉള്ള എംബ്രോയിഡറി പോലെ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള പോലത്തെ സാരി നമുക്ക് ഏത് ബ്ലൗസിന്റെ കൂടെയാണെങ്കിലും പെയർ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സാരിയെ കുറിച്ച് എല്ലാ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ്ലി പറയുന്നില്ല. ഇതിനകത്തൊരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ടൈമിൽ നമുക്ക് ബ്ലൗസ് പീസ് വന്നിരുന്നത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ്. അതായത് ഈ ഒരു ബോർഡർ വന്നിട്ട് ഈ ഒരു മുന്താണി പോർഷനിലെ സ്ട്രൈപ്സ് വരുന്ന പോലെ പ്ലെയിൻ ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഈ പ്രാവശ്യം നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ പ്രാവശ്യത്തെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ ബോർഡറിൽ കൂടെ ഈ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത്, അതായത് സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലെ, ബോഡി ഇതുപോലെ ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്ന പോലെ ഇങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോറൽ എലമെന്റ് നമുക്ക് ആ ബ്ലൗസിൽ നല്ലതായിട്ട് വരുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും. വിത്ത് ബ്ലൗസ് ആയിട്ട് തന്നെ തയ്ച്ചിട്ടാണ് നല്ല ഭംഗിയായിരിക്കും നമുക്ക്. അല്ല, ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ വിത്ത് ബ്ലൗസ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിന്റെ കളേഴ്സ് ഉള്ള ബ്ലൗസോ ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരിക്കും. ഞാൻ ഈ സാരി നമുക്ക് ഒന്ന് ഉടുത്ത് വരുമ്പോഴത്തെ ഫിനിഷ് ലുക്ക് എങ്ങനെയാണ് നമുക്ക് കമന്റ്സിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഒന്ന് ഉടുത്തുള്ള വീഡിയോയും ഞാൻ ഇതിനകത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാരിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഒരു ഫ്ലോറൽ ഫുൾ ബോഡി വലിയ ഫ്ലോറൽ ഡിസൈൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ കാണിച്ച സാരീസിലൊക്കെ വരുന്നത് പോലെ ആ ബോർഡർ, ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു സാരീസിന് ഇങ്ങനെ ലുക്ക് കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് കാണിച്ചതാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി തന്നെ ഇപ്രാവശ്യം ഇതിനെ ഉടുത്ത് എങ്ങനെ വരുന്നത്, ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഉടുത്തൊന്ന് കാണിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ എങ്ങനെ വരും, ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഫുള്ളായിട്ട് നിറച്ച് ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻ ഉള്ള പോലെ തന്നെ ഈ സാരി വന്നിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഏത് കളേഴ്സ് വെച്ച് വേണമെങ്കിൽ ഈ ഒരു സാരി പെയർ ചെയ്യാം. ബ്ലൗസിൽ ഏത് കളറുണ്ട്, മറ്റു ബ്ലൗസ് നമുക്ക് ഈ സാരിയുടെ അറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സാരി മാത്രമായിട്ട് കാണിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പെയർ ചെയ്യാനായിട്ട് ഈ സാരി നമുക്ക് ഭംഗിയായിരിക്കും. നല്ലൊരു ഒക്കേഷൻ വെയറായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാരിയാണ്. നെക്സ്റ്റ് സാരി നമ്മുടെ ഈ ഒരു പർപ്പിൾ കളർ ഡിസൈൻ ഉണ്ടായിരുന്ന സാരിയാണ്. ഇതിനകത്ത് ഈ ഒരു പർപ്പിൾ കളറിന്റെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഫ്ലോറൽ ഡിസൈൻ ഫുൾ ബോർഡറിൽ കൂടെ വന്നിട്ട് മുന്താണി പോർഷനിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു ഈ സാരി. സെയിം സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇത് നമുക്ക് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് പറഞ്ഞ പ്രകാരം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ്. അത് കഴിഞ്ഞിട്ട് മുന്താണി പോർഷൻ ഓൾറെഡി എല്ലാത്തിലുള്ള പോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേണും ഉണ്ട്. ഫുൾ ബോഡിയിൽ കൂടെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, ചെറുതല്ല അത്യാവശ്യം അതുപോലെ ഫ്ലവർ തന്നെയാണ്. എന്നാലും മുന്താണി പോർഷനിൽ ഒരു വലിയ ഫ്ലവർ ഉണ്ട്. ഫുൾ ബോർഡിൽ കൂടെ ഇങ്ങനെ ഉണ്ടോ, രണ്ട് സൈസ് ഫ്ലവേഴ്സ്, ഇച്ചിരി വലിയ ഫ്ലവറും ഇച്ചിരി കുഞ്ഞു ഫ്ലവറും വരുന്ന പോലത്തെ ഒരു പാറ്റേണിൽ ഈ ഫ്ലവർ വന്നിരിക്കുന്ന മൊത്തം ഫുൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആകെ ഡിസൈൻ ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞു, മീൻസ് മറ്റേ സൈഡിൽ പറഞ്ഞ പോലെ ഇതുണ്ടോ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേനും ഇതിന്റെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരും. ബ്ലൗസ് പീസിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ബ്ലൗസ് പീസ് മാത്രം ഈ പറഞ്ഞ പോലെ ഈ ഫ്ലോറൽ എലമെന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച സെയിം സാരിയുടെ
റീസ്റ്റോക്കാം. അപ്പൊ ഈ ഒരു സാരിയുടെ ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ ഇങ്ങനെയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഗോൾഡൻ കളറിലെ നല്ലൊരു ബോർഡറും ഇപ്പോൾ നല്ല ഒരു റിച്ച്നെസ് ഈ ഒരു സാരിക്ക് കൊടുക്കും. നമ്മൾ അഴിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു മുന്താനെ പോർഷനിൽ ഒരു വലിയ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറിന് കുറച്ചും കൂടി ഡിസ്പ്ലേ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലീറ്റഡ് അല്ലാണ്ട് അഴിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഷോൾഡർ കഴിയുമ്പോഴത്തെ പ്ലീറ്റ്സിലായിട്ടായി പോകും ആ ഒരു ഡിസൈൻ. അത് നമ്മളിപ്പോൾ ആ ഒരു ബ്ലൗസ് അകത്ത് തന്നെ ആയതുകൊണ്ടാണ് ബ്ലൗസ് അറ്റാച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തു വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഈ പ്ലേറ്റ്സ് കണക്കൂടെ എല്ലാം നിറച്ചു ഈ ഒരു ഫ്ലോറൽ വർക്കുള്ള പോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു സാരിയില്ല. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്ന ഒരു സാരി തന്നെയാണ്. ഇതും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സാരിയാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ പ്രകാരം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ത്രെഡ് പാറ്റേൺ വരുന്ന സാരി നല്ല ഭംഗിയുള്ള ഒരു സാരി ഉണ്ടാവും. ഉടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ നല്ലൊരു എലഗൻ ലുക്കായിരിക്കും. നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ്ലി പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൊക്കേഷനൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല വർക്കുള്ള ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ സിമ്പിൾ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാൽ അങ്ങനെയും പെയർ ചെയ്യാം. പിന്നെ വിത്ത് ബ്ലൗസ് വേണമെങ്കിൽ വിത്ത് ബ്ലൗസ് തയ്പ്പിക്കാം. അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ സിൽക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ബ്ലൗസ് തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല കുറച്ച് ബീഡ് വർക്കും മെറൂൺ വർക്കും ഒക്കെ ഉള്ള ഒരു ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിന് ഈ താഴോട്ട് വെർട്ടിക്കലായിട്ടുള്ള സ്ട്രൈപ്സ് ഉള്ളത് കാരണം കുറച്ച് നല്ലൊരു വണ്ണമൊക്കെ കുറവ് തോന്നുകയും ചെയ്യും. കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു റിച്ച് എലഗൻ ലുക്കായിരിക്കും ഒരു സാരി. ഈ സാരിയിൽ ബ്ലൗസ് പീസ് ഉണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സെയിം രീതിയിൽ തന്നെയുള്ള ബ്ലൗസ് പീസ് തന്നെ നമുക്ക് ലാസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ബോർഡ് ഇങ്ങനെ വരുന്ന പോലത്തെ ബ്ലൗസ് പീസ്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് സെയിം ബ്ലൗസ്. ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതേ ബ്ലൗസ് പീസ് തന്നെയാണ്. ഇത്ര ബോർഡർ ഇങ്ങനെ വന്നിട്ട് ബോഡിയിൽ ഇങ്ങനെ ലൈൻസ് വരുന്ന പോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. എല്ലാ സാരീസും ബ്ലൗസ് പീസ് ഉള്ളതായിട്ടുള്ള കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു സാരിയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫുള്ളായിട്ട് നല്ല തിക്കായിട്ടുള്ള ബോർഡർ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. രണ്ട് വശത്ത് ഉടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഫുൾ ബോർഡറിലും വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സാരിയുടെ പകുതി വരുന്ന പോലെ ഈ ഒരു സൈഡിലും ഉണ്ട്. ഈ ഒരു സൈഡിൽ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതിൽ കൂടെ നല്ലൊരു ഗോൾഡൻ കളറിലെ ത്രെഡും രണ്ട് സൈഡിൽ കൂടെ മെറൂൺ കളറിലെ ത്രെഡ് വർക്കും വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. നല്ലൊരു ഭംഗിയുണ്ട്. ആ ഉടുത്ത് വരുമ്പോഴത്തേനാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ മെറൂൺ ബ്ലൗസ് ഇടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. എന്നാലും ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലൗസ് വെച്ച് കാണിക്കാത്തത്. ഇതിന്റെ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം നടിയിലെല്ലാം ഫുൾ ബോർഡർ വരുന്നതുകൊണ്ടും പിന്നെ ഈ ഒരു ലൈൻസ് ഇതിനകത്ത് വരുന്നതുകൊണ്ടും ഇത് ഉടുത്ത് വരുമ്പോൾ റിച്ച് ലുക്ക് ഉണ്ട്. അതുപോലെ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ബ്ലൗസ് അനുസരിച്ച് നമുക്ക് ഏജ് ഗ്രൂപ്പ് മാറ്റി പെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബേസ് ഷെയ്ഡിൽ തന്നെ ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അതുപോലെ നല്ല മെറൂൺ ഷെയ്ഡ് ബ്ലൗസ് നല്ല വർക്കൊക്കെ ചെയ്ത ബ്ലൗസ് ആണെങ്കിലും നല്ല പ്ലെയിൻ മെറൂൺ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും ഒക്കെ വെച്ചിട്ട് യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു എലഗന്റ് ആയിട്ടൊരു സാരിയാണ്. നമ്മുടെ ഒത്തിരി പേര് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കമന്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇതിന്റെ പ്രൈസും അതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണോ. ഇപ്പോൾ ഇതിന്റെ പ്രൈസിനും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ എല്ലാ പ്രൈസ് 1790 rupees തന്നെയാണ്. ഞാൻ വിട്ടുപോയത് പറയട്ടെ. ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ഒരു സാരി. നമുക്ക് ഇപ്രാവശ്യം പുതിയ സ്റ്റോക്ക് വന്നാൽ കുറച്ചും കൂടി ഡിഫറെന്റ് ഒരു സാരിയാണ്. ഈ ചന്തേരി ബേസിൽ തന്നെ വരുന്ന സാരിയാണ്. ഇതിന്റെ ഒരു വർക്ക് ഇച്ചിരി ഡിഫറെന്റാ. മറ്റേ നമ്മൾ ലാസ്റ്റ് കണ്ട എല്ലാ സാരീസിലും ഇച്ചിരി ഒരു ഗോൾഡൻ ബോർഡർ ഇച്ചിരി വലിയ രീതിക്കുള്ള ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ടായിരുന്നു. ഈ സാരിയിൽ അങ്ങനത്തെ വലിയ ഗോൾഡൻ ബോർഡർ ഇല്ല. അവരിങ്ങനെ ചെറിയൊരു ലൈൻ ബോർഡറേ ഉള്ളൂ വൺ സൈഡ്. അതുപോലെ മറ്റേ സൈഡ് വരുമ്പോഴത്തേനും കണ്ടോ ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലെ ബോർഡർ കേട്ടോ. ഫുൾ ബോഡിയിൽ ഇങ്ങനെ, ബോഡിയല്ല ഫുൾ ബോർഡർ ഇങ്ങനെ, സോറി ഫുൾ ബോർഡർ ഇങ്ങനെ ബ്ലൗസ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ് പോരാട്ടോ. അതിന്റെ വിത്ത് ബ്ലൗസ് ആ പീസ് അതിന് വിത്ത് ബ്ലൗസ് ആയിട്ട് ഇതിന്റെ വിത്ത് ബ്ലൗസ് ആയിട്ട് വിത്ത് ബ്ലൗസ് ഇങ്ങനെയാട്ടോ. ഫുൾ സ്ട്രൈപ്സ് വന്നിട്ട് നമുക്ക് ആ മുമ്പേ വന്ന പാറ്റേൺ പോലെ എൻഡിൽ ഇങ്ങനെ ഇത് കണ്ടോ ആ ഫ്ലോറൽ വർക്ക് ഇതിന്റെ എൻഡിൽ വരുന്നത് നല്ല ഭംഗിയായിരിക്കും. വിത്ത് വരുമ്പോഴത്തേന് ഈ പറഞ്ഞ എന്റെ വിത്ത് ബ്ലൗസ് തന്നെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉടുത്ത് കാണിച്ചു തരാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു പിക്ചറിന് വേണ്ടി ഉടുത്ത് കാണിച്ചു തരാം. അതിന്റെ ഫുൾ ബോഡി ബോർഡറിൽ കൂടി ഇതുപോലത്തെ ഈ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഫുൾ ബോർഡറിൽ കൂടി ഇങ്ങനെ ഈ ഡിസൈൻ ഫുള്ളായിട്ട് ഇതിന്റെ ബോർഡർ ഈ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഫുൾ ബോർഡർ കൂടെ തന്നെയാണ് നല്ലൊരു ഷൈനി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഉടുക്കാനൊക്കെ ആണെങ്കിലും ഈസി ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഈ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തുണ്ടല്ലോ ഈ വശത്ത് വർക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സിംഗിൾ പ്ലേറ്റിൽ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ, അതായത് നൂറിന് ഉടുക്കണ്ട, സിംഗിൾ പ്ലേറ്റിൽ ഇടാനാണെങ്കിലും ഇതുണ്ടോ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ വെച്ചാൽ ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഈ വിത്ത് ബ്ലൗസ് തയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറുള്ള ബ്ലൗസ് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല രസമുള്ള നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഇപ്പോഴത്തെ ഫ്ലോറൽ പ്രിന്റിന്റെ ട്രെൻഡിങ് ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ സാരി. ഇനി അഴിച്ചിടേണ്ടവർക്ക് അഴിച്ചുവിടാം, കുത്തി വെക്കേണ്ടവർക്ക് കുത്തിയും വെക്കാവുന്ന പോലത്തെ നല്ലൊരു പാറ്റേണുള്ള നല്ല ഭംഗിയുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയലും അത്യാവശ്യം നല്ല ഷൈനിയും സോഫ്റ്റും നല്ലൊരു മെറ്റീരിയൽ ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇത് തന്നെ. ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ സാരീസിന്റെ റേറ്റ്, ഫ്ലോറൽ സാരീസിന്റെ റേറ്റ് തന്നെ വരുന്ന പോലെ 1790 ഇതിന്റെ റേറ്റ് വരുന്നത്. ഇപ്പൊ ഞാൻ ഉടുത്തിട്ടുള്ളൊരു ഇത് അറ്റാച്ച് ചെയ്തതിന്റെ കൂടെ തന്നെ. ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഇവിടെ വരുന്നത് ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുൾ ബോർഡർ കൂടെ ഈ സൈഡിൽ കൂടെ ഫുൾ ബോർഡർ കൂടെ ഡിസൈൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റഡ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കുത്തി വെക്കുവാണെങ്കിൽ ഈ ബോർഡർ കൂടെ ഡിസൈൻസും കാണാവുന്ന പോലെ ഈ ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടുള്ള പോലത്തെ ഒരു നല്ല സാരിയായിട്ട്. അതുപോലെ ഇതിന്റെ മുന്താണി പോർഷന്റെ എൻഡിലാണെങ്കിലും ഇതുപോലെ തന്നെ ഈ ഫ്ലോറൽ വർക്ക് ഉണ്ടോ, ഇതുപോലെ തന്നെ ഫുൾ ആ ഒരു ക്രോസ് ചെയ്ത് തന്നെ ഫുൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇതിന്റെ ബ്ലൗസ് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു, നമ്മളിതിനകത്തായതുകൊണ്ട് എല്ലാവർക്കും കൂടെ വെക്കാത്തത്. ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതൊരു ലിനൻ മിക്സ് വരുന്ന പോലത്തെ, ടിഷ്യൂ ലിനൻ മിക്സ് വരുന്ന പോലത്തെ സാരിയാണ്. ഇത് ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്, പക്ഷെ ഇതിന്റെ ബേസ് കുറച്ചും കൂടെ ഡിഫറെന്റ് ചെക്സ് ഉണ്ട്. ഇത് കണ്ടോ, 2-3 കളേഴ്സിൽ വരുന്ന പോലത്തെ ചെക്സ് ഡിസൈൻ ഉണ്ട് ഫുൾ ബോഡി വരുന്നത്. അതുപോലെ ഇതിന്റെ ബോർഡർ സിൽവർ ബോർഡറാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ ഗോൾഡൻ വർക്ക്സ് ഒക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇതുപോലത്തെ സിൽവർ ബോർഡർ വരുമ്പോഴത്തേനും. എന്നിട്ട് ഇതിന്റെ ബോർഡറിൽ കൂടെ വർക്ക് വരുന്നത് കേട്ടോ, ഇതിന്റെ ബോർഡറിൽ കൂടെ വർക്ക് വന്നിരിക്കുന്ന പോലെയാണ് സാരി വരുന്നത്. നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇത്രയും വർക്കുള്ള പോലെ ഇങ്ങനെ ബ്ലൗസ് വരുന്നത് കണ്ടോ, ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്ന പോലെ ഇങ്ങനെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലൗസ് വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ചെയ്യാൻ പെയർ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയാണ് ഈ ഫ്ലവേഴ്സിന്റെ കളറിലുള്ള ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും ഭംഗിയായിരിക്കും. ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കൊടുത്തിട്ടുള്ള ഒരു ഇത് അറ്റാച്ച് ചെയ്യാൻ, എന്നാലും ഇതിന്റെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളത്. കണ്ടോ, ഇതിങ്ങനെ ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസ് വന്നേക്കുക. എന്നിട്ട് ഇതിന്റെ മുന്താണി പോർഷൻ വരുമ്പോഴത്തേന് ഇതുപോലെ നമ്മൾ നേരത്തെ അത് ഞാൻ എടുത്ത് കാണിച്ചില്ലെന്നുള്ള അതിന്റെ എല്ലാ അറ്റത്ത് ഇതുപോലത്തെ ടാസിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത് മുന്താണി പോർഷൻ വരുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു ഫ്ലവർ ആയിട്ട് വരും. ഇതുണ്ടോ, ഈ ഒരു പാറ്റേൺ നമ്മളിട്ട് വരും. ഇതുണ്ടോ, ഇനി നമുക്ക് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും. ഫുൾ ഇതിന്റെ ഈ ബോർഡറിൽ കൂടെ എല്ലാം ഈ ഡിസൈൻ ഉള്ളതുകൊണ്ട് എടുത്ത് വരുമ്പോൾ ആ പ്ലേസിനിടയ്ക്കും ഒക്കെ ഈ ഡിസൈൻ വരും. അതിന്റെ ബേസ് ആണെങ്കിൽ ഈ ബോഡി ആണെങ്കിൽ ഈ ഒരു ചെക്സ് വരുന്ന കാരണം ഒരു ഇച്ചിരി ഒരു ഡിഫറെന്റ് ലുക്ക് വരും, കുറച്ചുകൂടി ഒരു എലഗന്റ് ലുക്ക് വരും. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഏതൊരു ഞാൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് കൊടുക്കാനും, അതുപോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഈ മാരേജ് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൗസ് വാർമിംഗ് പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും, ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഫംഗ്ഷൻ വെയർ ആയിട്ടും ഈവൻ കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും കൊടുക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ഷൈനിങ് കൊണ്ട് കാരണം ഇതുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫുൾ ചെക്സ് മൊത്തം ഈ ഒരു സിൽവർ ഇത് കുറച്ചിങ്ങനെ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഉണ്ട് കണ്ടോ, ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ചെക്സും ആ ഒരു സിൽവർ ലൈൻസ് വെച്ച് തന്നെയാണ്, സെറി വെച്ച് തന്നെയുള്ള ചെക്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് മൊത്തം ആ ഒരു ഷൈനിങ് ഉണ്ട്. ആ ഒരു സിൽവർ കളർ വന്നിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഷൈനിങ് ആ സാരിക്ക് മൊത്തത്തിലുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സാരി. ഈ പറഞ്ഞ ഇത്രയും ഇങ്ങനെ ആ ഒരു റിച്ച്നെസ് ആ ഒരു സിൽവർ വീവിങ് ഇതിനകത്ത് ഫുൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ റേറ്റിന് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ കാണിച്ച സാരിയിൽ നിന്നും ഇതിന്റെ റേറ്റിന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇതിന്റെ റേറ്റ് 2125 ആണ്. ഇതിന്റെ മെറ്റീരിയലും നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലിനൻ മിക്സ് വരുന്ന മെറ്റീരിയലാണ്.
അതുകൊണ്ട് തന്നെ ഇതുണ്ട് കുറച്ചും കൂടെ മുമ്പേ കാണിച്ച മെറ്റീരിയലിനെക്കാളും കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ. പ്ലേറ്റ് എടുത്ത് എടുക്കുമ്പോൾ ട്രാൻസ്പെറന്റ് അല്ല, എന്നാലും അത്രയും ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത കുറച്ചുകൂടി തിക്നെസ് ഉള്ള മെറ്റീരിയൽ. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് വെച്ചുകൊടുത്ത് തീരെ ലൈറ്റ് ആയിട്ടുള്ള ലിനൻ മിക്സ് വരുന്ന പോലത്തെ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിന്റെ റേറ്റും ഒക്കെ കൂടെ കൊണ്ട് ഈ ഒരു സാരിയുടെ റേറ്റിൽ ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണിക്കുന്ന സാരീസ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യാം. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ നമുക്ക് വന്നിട്ടുള്ളൂ. ഈ ഒരു സാരിയുടെ ഫയൽ ഇങ്ങനെ പുറത്ത് വരുന്നത് ഞാനൊരു സിംഗിൾ പ്ലേറ്റ് ഇരിക്കുന്ന പോലെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഫുൾ ബോർഡിലൂടെ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ ആ ഒരു സിൽവർ കളറിലെ ബോർഡർ നല്ലതാണ്. ഒരു സൈഡിൽ ഇതുപോലത്തെ സിംഗിൾ ബോർഡർ മാത്രമേ ഇതിലുള്ളൂ. മറ്റേ സൈഡിലാണ് ഈ ഒരു വർക്ക് ഫുൾ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ സിംഗിൾ പ്ലേറ്റ്സിൽ വേണമെങ്കിൽ കൊടുക്കാം, അതുപോലെ കുത്തി വെച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ട് മെത്തേഡെല്ലാം കുത്തി വെച്ച് കാണിച്ചുകൊണ്ട് ഇതിങ്ങനെ അയച്ച് കാണിച്ചതേ ഉള്ളൂ. ഇതിന്റെ എന്താണ് പോർഷൻ വരുമ്പോൾ ഇതുകൊണ്ട് വലിയതായിട്ട് ആ ഫ്ലവർ ഭംഗിയായിട്ട് വരും. ഇനി ഇതിന് എന്താണ് പോർഷൻ ഫ്ലവർ കിട്ടുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ വിത്ത് ബ്ലൗസിന് ഉള്ളിലായതുകൊണ്ട് നമ്മൾ ബ്ലൗസ് വെക്കാനും ജസ്റ്റ് ഇങ്ങനെ സാരി മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കിതിന് വിത്ത് ബ്ലൗസ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ കളർ വെച്ചിട്ട് പ്ലെയിൻ കളർ ബ്ലൗസ് കിട്ടുന്നത് ഈ ഒരു കളറും ഡാർക്ക് പൊടിയും ഷെയ്ഡ് വെച്ചിട്ടുള്ളൊരു സിൽക്കിന്റെ ബ്ലൗസ്, ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു സൂപ്പർ നല്ല ലുക്കായിരിക്കും ഈ സാരി എടുത്ത് വരുമ്പോഴത്തേന്. ഇപ്പൊ ഈ ഒരു സാരി എടുത്തിങ്ങനെ ഇനിയിപ്പം കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സാരികൾ നമുക്ക് കാണിക്കാം. നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെ നമ്മൾ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ഒരു 1070 റുപ്പീസ്, അതായത് 1070 എന്നുള്ള റേഞ്ചിലൊക്കെ വരുന്നത് പോലെ വന്നിരിക്കുന്ന ഒരു സാരി ഇത്. ഈ മെറ്റീരിയലിനകത്ത് ഇത് ഫ്ലോറൽ ഡിസൈൻ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ പോലെ തന്നെ ഇതിന് മുന്താണി പോർഷൻ ഒരു വലിയ ഫ്ലോറൽ ഡിസൈനും ബോർഡറിൽ കൂടെ ഫുൾ ഫ്ലോറൽ ഡിസൈനും അതുപോലെ ഒരു ഗോൾഡൻ ബോർഡറും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മെറ്റീരിയലിന് ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി സെമി സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ചന്തേരി ബേസ് അല്ല, കുറച്ചും കൂടി സെമി സിൽക്ക് മെറ്റീരിയലാണ്. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന റേറ്റ് വ്യത്യാസമായിട്ട്. പക്ഷെ ഡിസൈൻ ഇതുപോലെ തന്നെ ഫുൾ ബോഡിയിലും ഇതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഫുൾ ഇതുപോലെ ഉടുത്ത് വരുമ്പോൾ ഫുൾ കാണുന്ന പോലെ രണ്ട് വശത്തും നടുക്കൂടെയും വരുന്ന പോലെ ഫുൾ ബോർഡറിൽ കൂടെ ഡിസൈനിൽ നമുക്ക് വൺ പ്ലീറ്റഡ് ആയിട്ട് ഇടാനോ അല്ലെങ്കിൽ കുത്തി കൊടുക്കാനോ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന പോലത്തെ ഒരു സാരി ഇത്. ഇതിനകത്ത് ഇപ്പം നല്ലൊരു ഓറഞ്ചിഷ് കളർ ഒരു ക്ലോസിന്റെ ഒരു പാറ്റേൺ ഒരു ഫ്ലോറൽ വർക്ക് മുഴുവൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോഴത്തേനും ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലത്തെ ബ്ലൗസ് ബ്ലൗസ് വരുന്നിരിക്കുന്നത് കണ്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ഫ്ലോറൽ ആയിട്ട് ബ്ലൗസ് വേണ്ട, ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് പെയർ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ബോഡിയിലെ ആ ഒരു ഫ്ലവേഴ്സിന് കുറച്ചുകൂടെ ഹൈലൈറ്റ് കിട്ടുന്നത്. അതിനുവേണ്ടി ഈ പറഞ്ഞോടെ ഈ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഓറഞ്ചിഷ് കളേഴ്സ് ഒക്കെ ഉള്ള കോട്ടൺ സിൽക്ക് ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ, എസ്പെഷ്യലി ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വലിയ ബഡ്ജറ്റിലല്ലാത്തത് കൊണ്ട് വൺസ് വെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് സ്ഥിരം സാരി വെയർ ചെയ്യാതെ വൺസ് സാരി വെയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമൊക്കെ സാരി വെയർ ചെയ്യുന്നവർക്ക് ഒത്തിരി ബഡ്ജറ്റിൽ പോകാതെ കുറച്ചുകൂടെ സിമ്പിൾ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുത്ത ഫംഗ്ഷന് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു സാരിയാണ്. സാരി ഒത്തിരി ലാസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ ഒത്തിരി ബഡ്ജറ്റിനുള്ള സാരീസ് ഒക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്തവർക്ക് ഒത്തിരി ബഡ്ജറ്റ് വെറുതെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട, റീയൂസ് വരില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. ഡെയിലി വെയർ യൂസ് ആണെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ വാങ്ങിക്കാനാണെങ്കിലും നല്ലത്. ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇനി മെറ്റീരിയലിന് വ്യത്യാസം ഉള്ളത് കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല, ഷൈനിങ്ങിനും ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഡിഫറെന്റ് സ്റ്റഫാണ്. ആ സ്റ്റഫ് ഡിഫറൻസ് വന്നതുകൊണ്ട് മാത്രമുള്ള റേറ്റ് ഡിഫറൻസ് ആണ്. അതായത് നമുക്ക് ചന്തേരി ബേസ് എന്ന് പറയുന്നത് വരുന്ന വ്യത്യാസം ആ ഒരു റേറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ലുക്ക് ബേസ് വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കുറച്ച് ഇപ്പം നമ്മൾ ചന്തേരി ബേസ് വരുമ്പോൾ കുറച്ച് റിച്ച്നെസ് അതിന് കൂടുതലുണ്ട്. എന്നാലും പ്രൈസിൽ വരുന്ന ആ ഒരു വേരിയേഷൻ അനുസരിച്ച് ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിനും അത്ര ഭയങ്കര ഒരു റിച്ചുള്ള ഗോൾഡൻ ബോർഡർ ഒന്നുമല്ല. കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ബോർഡർ ഒക്കെ തന്നെയാണ്. ഭയങ്കര മഞ്ഞപ്പുള്ള ഒരു ഗോൾഡൻ ബോർഡർ ഒന്നുമല്ല.
അങ്ങനത്തെ ഒരു ടൈപ്പ് സാരി. അപ്പൊ ഇങ്ങനത്തെ സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് ലോ ബഡ്ജറ്റിൽ ഇതുപോലത്തെ ഫ്ലോറൽ സാരീസ് വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും സാരീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഉടുത്തുള്ളൊരു ഇവിടെ വീഡിയോയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കാണിക്കുക ഈ ഒരു സാരിയുടെയും കൂടെ. അപ്പൊ ഈ ഒരു സാരി ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തെ ഇങ്ങനെ വരാം. ഇതിനകത്ത് നല്ല ആ ഒരു ഗോൾഡൻ ബോർഡറിന്റെ, ഞാൻ പറഞ്ഞ പോലെ ഒരു പെയിൽ ആയിട്ടുള്ള ഗോൾഡൻ ബോർഡറിന്റെ എലഗൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഉടുത്ത് വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല പ്ലീറ്റ്സിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് നന്നായിട്ട് കാണാൻ പറ്റും. താഴോട്ടൊക്കെ വരുമ്പോഴാണെങ്കിൽ ഇത് കണ്ടോ, പ്ലീറ്റ്സിന്റെ ഇടവഴിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ ആ ഫ്ലോറൽ ഡിസൈൻ കണ്ടിന്യൂസ്ലി വരുന്നുള്ളത് കൊണ്ട് ആ ഫ്ലോറൽ എലമെന്റ് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റും ആ ബോട്ടിൽ കൂടെ ആ ഒരു ഫ്ലോറൽ എലമെന്റ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മുന്താണിയിലാണെങ്കിൽ ഈ ഒരു വലിയ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വലിയ ഡിസൈനും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ ബ്ലൗസ് ഈ പറഞ്ഞ സാരിയുടെ മറ്റേ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല. നമ്മൾ ഓൾറെഡി തന്നെ പീസായിട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് നമുക്ക് വെച്ച് കാണിക്കാനായിട്ട് പറ്റാത്തത്. ബ്ലൗസോടെ പെയർ ചെയ്ത് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ നമുക്ക് ആ ബ്ലൗസ് തന്നെ പെയർ ചെയ്യണമെന്നില്ല. ഇതിന്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ, അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഈവൻ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡ് വരുന്ന പോലത്തെ ബ്ലൗസ് വെച്ച് പെയർ ചെയ്താൽ ഈ സാരിക്ക് നല്ലൊരു ലുക്ക് ആയിരിക്കും. അപ്പൊ ഇതിന് ഫൈനൽ ലുക്ക്. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പേര് സാരിയാണെന്നുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.